بسم الله الرحمن الرحيم سلام عليكم بما صبرتم فنعم عقبى الدار صدق الله مولانا العلي العظيم وصدق وبلغنا رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. माँ बाप इस जहां में सबसे बड़ी है दौलत, माँ बाप इस जहां में सबसे बड़ी है दौलत, सच पूछिए तो ये हैं दोनों खुदा की रहमत। माँ बाप इस जहां में सबसे बड़ी है दौलत, सच पूछिए तो ये हैं दोनों खुदा की रहमत. വളരെ സ്നേഹം നിറഞ്ഞ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, കുളവയൽ ജമാഅത്തിന്റെ ഉത്തരവാദപ്പെട്ട കമ്മിറ്റി ഭാരവാഹികൾ, ഇവിടുത്തെ ഖത്തീബ് ഉസ്താദ്, മറ്റു പണ്ഡിത ശ്രേഷ്ഠർ, വിശിഷ്ട വ്യക്തിത്വങ്ങൾ, സദസ്സിലും വേദിയിലുമൊക്കെ ഉള്ളവരെ, അള്ളാഹു ഈ സായാഹ്നം നമ്മിൽ നിന്നൊരു സൽക്കർമ്മമായി സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ ഒരു കുടുംബ സങ്കല്പം എന്താണെന്നാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്നും നാളെയുമായി. ഭാര്യ ഭർത്തൃ ജീവിതത്തിൻ്റെ അനിവാര്യതകളെ സംബന്ധിച്ച് ഇസ്ലാം എങ്ങനെയാണ് കുടുംബത്തെ കാണുന്നത്, മാതാപിതാക്കൾ എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത്, ഈ മൂന്ന് വിഷയത്തെ ആസ്പദിച്ചുകൊണ്ടായിരിക്കും ഇൻഷാ അല്ലാഹ് ഇന്നത്തെയും നാളത്തെയും വിഷയം കടന്നു പോകുന്നത്. നാളെ മെയിൻലി മക്കളെ വളർത്തേണ്ടത് എങ്ങനെയാണ് എന്ന ഒരു വിഷയമായിരിക്കും. അല്ലാഹുവിൻ്റെ ഇൻഫിനിറ്റ് വിസ്ഡം, അവന് മാത്രം അറിയുന്ന ഒരു വലിയ രഹസ്യമാണ്, അത്ഭുതമാണ് മനുഷ്യനെ കുടുംബമായി പടച്ചത്. അള്ളാഹുവിന് വേണമെങ്കിൽ നമ്മളെല്ലാവരെയും, ലോകത്തിന് ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന ബില്യൺ 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 കണക്കിന് മനുഷ്യന്മാരെ മുഴുവൻ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് ഈ ഭൂമിയെ വലുതാക്കുകയും നമ്മളെല്ലാവരും ഒരു ദിവസം ജനിക്കുകയും വളരുകയും എല്ലാവരും ഒരു ദിവസം മരിക്കുകയും ചെയ്ത് അവസാനിച്ചാലും അള്ളാഹുവിനത് കഴിയുമായിരുന്നു. അങ്ങനെയല്ലല്ലോ സംഭവിച്ചത്. മഹാനായ ആദം നബി അലൈഹിസ്സലാം എന്ന ആദ്യ മനുഷ്യൻ, സയ്യിദുൽ ബഷർ, മനുഷ്യരുടെ പിതാവ് മഹാനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാം, അവർക്ക് പിന്നെ ഹവ്വാ ബീവിയെ പടച്ചു. ആദം നബിക്കും ഹവ്വാ ബീവിക്കും മക്കൾ ഉണ്ടാകുന്നു. മനുഷ്യ സമൂഹം അങ്ങനെ വളർന്നു വലുതാകുന്നു. എത്രയാണ് ആദം നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടം എന്ന് നമുക്കറിയില്ല. ബൈബിൾ പണ്ഡിതന്മാരൊക്കെ പ്രവാചകന്മാരുടെ ചരിത്രപരമായ കാലഘട്ടങ്ങളെ ഗണിച്ചുകൊണ്ട് പറയാറുണ്ട്, ഒരു ദേശം 20,000 കൊല്ലങ്ങൾക്ക് മുമ്പേക്കൊന്നും പോകില്ല ആദം നബിയുടെ കാലഘട്ടമെന്ന്. ഇവിടുന്ന് ഒരു 20,000 വർഷങ്ങൾക്ക് മുമ്പായിരിക്കണം ആദം അലൈഹിസ്സലാം ആദ്യമായി ഭൂമിയിലേക്ക് വന്നത്. ചരിത്ര പണ്ഡിതന്മാരുടെ ഒരു അഭിപ്രായമാണ്. കാരണം ബൈബിളിൽ പറയപ്പെടാത്ത 3 നബിമാരേ ഉള്ളൂ നമ്മൾ അറിയുന്ന 25 നബിമാരിൽ. അതുകൊണ്ട് ആ ഒരു ഗവേഷണം കൗതുകപരമാണ്. എന്തോ ആയിരിക്കട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة. ومن آياته, അല്ലാഹു നിങ്ങൾക്ക് ചെയ്ത വലിയ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണല്ലോ, അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ, നിങ്ങൾക്ക് ഇണകളായി അല്ലാഹു നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ പടച്ചു തന്നത് അല്ലാഹു ചെയ്ത വലിയ ദൃഷ്ടാന്തമാണ്. പുരുഷനൊരു സ്ത്രീ, സ്ത്രീക്കൊരു പുരുഷൻ, അല്ലാഹുവിന്റെ നാമം ചൊല്ലി നിക്കാഹ് ചൊല്ലി കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഭാര്യയും ഭർത്താവും. وجعل بينكم مودة ورحمة, നിങ്ങളുടെ മനസ്സുകൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും ഉണ്ടാക്കിയതും അള്ളാഹുവിന്റെ വലിയ ദൃഷ്ടാന്തമാണ്. അള്ളാഹിന്റെ നിഅമത്താണെന്നല്ല പറഞ്ഞത്, നിഅമത്താണ്. അതിലപ്പുറം ആയാത്ത്,
സൂര്യൻ അല്ലാഹു ഉണ്ടെന്ന് വിളിച്ചറിയിക്കുന്ന ദൃഷ്ടാന്തമാണ്. ചന്ദ്രൻ അതാണ്. വല്ലൈലി ഇദാ യഗ്ശാ വന്നഹാരി ഇദാ തജല്ലാ. പ്രഭ പരത്തുന്ന സൂര്യനും വെളിച്ചം തരുന്ന ചന്ദ്രനും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. വത്തീനി വസ്സൈതൂൻ വതൂരി സീനീന വഹാദൽ ബലദിൽ അമീൻ. തീനും സൈത്തൂനും മക്കയും ബൈത്തുൽ മുഖദ്ദസുമെല്ലാം അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ്. അതുപോലെ ദൃഷ്ടാന്തമാണ് മാതാപിതാക്കളായി വരുന്ന പിതാവോ മാതാവോ ആകുന്ന ഒരു ഭാര്യയും ഭർത്താവും. അവരുടെ മനസ്സുകൾക്കിടയിൽ അല്ലാഹു സ്നേഹമുണ്ടാക്കിയില്ലേ? ലോകത്ത് ഒരിക്കലും മനുഷ്യന്റെ ലോജിക്കിന് മനസ്സിലാകാത്തൊരു വിഷയമാണ് ഇസ്ലാമിലെ കല്യാണങ്ങളൊക്കെ. ആലോചിച്ചാൽ എന്താ പറയാ, ഇന്നത്തെ ചെറുപ്പക്കാരൊക്കെ ഒരു സ്നേഹിക്കാൻ ഒരു പെണ്ണില്ലെങ്കിൽ അവൻ എന്തോ ഒരു മാനക്കേട്. 10ാം ക്ലാസ്സിലെ പോയി പറയണതേ. അവൾക്ക് എനിക്കെന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ, എനിക്കൊരു ബോയ് ഫ്രണ്ട് ഇല്ലെങ്കിൽ. പെൺകുട്ടിക്കും തോന്നി തുടങ്ങി. +2 ഒക്കെ ആകുമ്പോൾ അത് കൂടി വന്നു. ഡിഗ്രി ഒക്കെ ആകുമ്പോൾ അല്ല പിന്നെ നമ്മുടെ കല്യാണം പുരക്കാരെ നടത്തി കഴിഞ്ഞാൽ നമ്മൾ കുടുങ്ങിപ്പോകും, നമുക്കൊന്ന് ചാടി രക്ഷപ്പെടാം. ഇങ്ങനെ മനുഷ്യൻ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു പറയുന്നു, നിങ്ങൾ പ്രായപൂർത്തിയായി കഴിഞ്ഞ ഒരാണും ഒരു പെണ്ണും അന്യരായ ആളുകൾ അവർ പരസ്പരം കാണുന്നതോ സംസാരിക്കുന്നതോ ആശയവിനിമയം ചെയ്യുന്നതോ നിഷിദ്ധമാണ്. അള്ളാഹുവിനത് ഇഷ്ടമല്ല. പിന്നെയോ നിങ്ങൾക്ക് വിവാഹത്തിന്റെ സമയമാകുന്നവരെ നിങ്ങൾ കാത്തിരിക്കണം. സൂറത്തുൻ നൂർ, വൽയസ്തഅഫിഫി الذين لا يجدون نكاحا حتى يغنيهم الله من فضله. വൽയസ്തഅഫിഫ്, ചാരിത്ര ശുദ്ധിയോടുകൂടെ നിങ്ങൾ കാത്തിരിക്കണേ. വൽയസ്തഅഫിഫ് الذين لا يجدون نكاحا, വിവാഹം ചെയ്യാൻ സൗകര്യപ്പെടാത്തവരോ വിവാഹം ചെയ്യാൻ സമയമാകാത്തവരോ വിവാഹം ചെയ്യാൻ മഹർ ലഭിക്കാത്തവരോ ചെറുപ്പക്കാരാവട്ടെ വലിയവരാവട്ടെ ഒന്ന് ആത്മപരിശുദ്ധി നിങ്ങൾ സൂക്ഷിക്കണമേ. നിങ്ങളുടെ ചൈസ്റ്റിറ്റി. വിചരിക്കാൻ പോവല്ലേ, തോന്നിവാസങ്ങൾ ചെയ്യല്ലേ, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത വഴിക്ക് നിങ്ങൾ ജീവിക്കല്ലേ. ഹത്താ യുഗ്നിയഹുമുല്ലാഹു മിൻ ഫദ്ലിഹി, നിങ്ങൾക്ക് വിവാഹം ചെയ്യാനുള്ള സൗകര്യങ്ങൾ അള്ളാഹു ചെയ്തു തരുന്നത് വരെ നിങ്ങളൊന്ന് കാത്തിരിക്കണേ. നിങ്ങൾ തിന്മയിലേക്ക് പോവല്ലിൻ, ഒന്ന് ക്ഷമിച്ചിരിക്കണം. വിവാഹം ചെയ്യാൻ കഴിയാത്ത ആളുകൾ വിവാഹത്തിലേക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ കഴിയുന്നില്ലെങ്കിൽ അവർ നോമ്പ് നോൽക്കണം. ഫഇന്ന സൗമ ലഹു വിജാ, നോമ്പ് അവർക്ക് കവചമാണ്, ശരീരത്തെ സൂക്ഷിക്കാൻ അവരെ സഹായിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ അറേഞ്ച്ഡ് മാരേജ് ആണ് ഇസ്ലാമിന്റെ സിസ്റ്റം. എന്താ ചെയ്യാ? ഒരു പെണ്ണിനെ ആരെയാണ് വിവാഹം ചെയ്യാൻ പോകുന്നത് അവരെ ഒരിക്കൽ ചെന്ന് കാണാനുള്ള അവസരം അല്ലാഹു തആല അനുവദിച്ചു. വിവാഹം ചെയ്യാൻ താല്പര്യമുണ്ട്, ഏകദേശം മറ്റു വിഷയങ്ങളൊക്കെ യോജിച്ചു വരുന്നുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ എന്ത് ചെയ്യാ? ഒന്ന് പോയി കാണാം. എന്നിട്ട് അവരെ വിവാഹം നിശ്ചയിക്കുകയാണ്. കാണാനേ പറഞ്ഞിട്ടുള്ളൂ. എന്തൊക്കെ കാണാൻ പറ്റും ഒരു പെണ്ണിൽ നിന്ന്? വിവാഹം ചെയ്യാൻ പോകുന്ന തന്റെ പ്രതിശ്രുത വധുവിനെ എന്ത് കാണാൻ പറ്റുന്ന? അവളുടെ മുഖം കാണാം, അവളുടെ മുൻകൈ കാണാം. അത്രേ പറ്റുള്ളൂ. സംസാരിക്കാൻ പറ്റുമോ? ഇല്ല. സംസാരിക്കാൻ പറ്റുമോ? പുതിയാപ്പിള കാണാൻ വന്നു, അപ്പൊ എല്ലാവരും ഇന്ന് നമ്മളൊക്കെ ഒന്ന് എഴുന്നേറ്റ് പോവുക, അവർക്ക് പറയാനുണ്ടാവും. ഇത് സിനിമക്കാരൻ പഠിപ്പിച്ചതാ, നമ്മുടെ ശരീഅത്തിലില്ല അത്. എന്ത് എഴുന്നേറ്റ് പോവൽ? ആ പെണ്ണിന്റെ വാപ്പയോ മുതിർന്ന ആങ്ങളെയോ കൂടെ ഉണ്ടായിരിക്കെ ഈ കല്യാണം കഴിക്കാമെന്ന ആൾക്ക് അവളുമായി സംസാരിക്കാം. അങ്ങനെയാണ്. നമ്മൾ അങ്ങനെ ചെയ്തെടുത്താൽ ചിലപ്പോൾ കല്യാണം മുടങ്ങി വരും അല്ലേ? ഇവര് തീരെ കോമൺ സെൻസ് ഇല്ലാത്ത ആൾക്കാരാണെന്ന് പറയും. അങ്ങനെ പറയും. കുളവയൽക്കാർക്ക് അത്ര അവബോധമില്ലാത്തവരാന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നല്ല അവബോധമുള്ള ആളുകളാണ് അല്ലേ? ശറഅ അങ്ങനെയാണ്. നിശ്ചയല്ലേ നടക്കുന്നുള്ളൂ. നിക്കാഹ് നടന്നോ? ഇല്ലല്ലോ. ഇയാൾക്ക് ഈ പെണ്ണിനെ വേണമെങ്കിൽ ഒഴിവാക്കാം, വേറെ പെണ്ണിനെ പോയി കല്യാണം കഴിക്കാൻ പറ്റിയേക്കും. അപ്പൊ ഈ പെണ്ണിനെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞത് കാഴ്ച മാത്രമാണ്. മുഖം കണ്ടാൽ അവരുടെ സൗന്ദര്യം അറിയാം, അവരുടെ മുൻകൈ കണ്ടാൽ അവരുടെ ശരീരത്തിന്റെ നൈർമല്യം മനസ്സിലാക്കാൻ പറ്റും. ഇത്രയും മതി, ഇത്രയും വേണ്ടു. ബാക്കിയൊക്കെ പെങ്ങന്മാരോ ഉമ്മയോ പോയി കണ്ടോട്ടെ, അവരൊന്നും വിശ്വാസമില്ലാത്ത കല്യാണം കഴിക്കും വേണ്ട. ശറഈന്റെ കാഴ്ചപ്പാടതാണ്. അങ്ങനെ ചെയ്യുന്ന വിവാഹമാണ് ലോകത്തെ ഏറ്റവും വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ളത്. വിജയിച്ച വിവാഹങ്ങൾ അത്രയേ ഉള്ളൂ.
നമ്മളെ വാപ്പമാര് വല്യപ്പാരൊക്കെ അങ്ങനെയല്ലേ കല്യാണം കഴിച്ചത്? ഓരൊക്കെ ഓടിച്ച് ചാടിച്ചു കൊണ്ടതാ. ബാംഗ്ലൂരും ഡൽഹിയിലൊക്കെ കറങ്ങി തിരിഞ്ഞിട്ടാണോ പിന്നെ എത്തിയത്? അല്ലല്ല, അവരൊക്കെ നല്ല അന്തസ്സില് സ്വന്തം പുതിയ എണ്ണ ആരാന്ന് വാപ്പ കണ്ടിട്ട് പോലുമില്ല നമ്മുടെ ഉമ്മാനെ, അല്ലേ? നിക്കാഹ് ചെയ്ത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് കൊണ്ടുവന്നപ്പോൾ അല്ലാ എന്റെ പുതിയ എണ്ണ ഇതാണോ എന്ന് വാപ്പ പുതിയ ആപ്പിള കാണുന്നത്. എന്നിട്ട് അല്ലാഹു ഐശ്വര്യം ചെയ്തില്ലേ, നല്ല മക്കളെ കൊടുത്തില്ലേ, നല്ല റാഹത്ത് കൊടുത്തില്ലേ, സന്തോഷം കൊടുത്തില്ലേ? ഇത് നമ്മുടെ ലോജിക്കിന് മനസ്സിലാവാത്തൊരു വിഷയമാണ്. ഇന്നത്തെ യുവതലമുറകളുടെ ട്രെൻഡ് മാറിക്കൊണ്ടുവരികയാണ്. ഡേറ്റിംഗ് എന്ന് പറഞ്ഞ സംഗതി ഉണ്ട് യൂറോപ്യന്മാർക്ക്. താൻ കല്യാണം കഴിക്കുന്ന പെണ്ണിന്റെ കൂടെ കുറെ കാലം ജീവിക്കുക, അവർ യാത്ര പോകുന്നു, അവർ ഉറങ്ങുന്നു, താമസിക്കുന്നു, എല്ലാം കഴിഞ്ഞിട്ട് ഇനി കല്യാണം വേണോ വേണ്ടോ എന്നൊക്കെ തീരുമാനിക്കുക. ഇവിടെ 2-3 കൊല്ലം 5 കൊല്ലമൊക്കെ ജീവിച്ചിട്ട്. എന്താ കാരണം പറയാന്നറിയോ? അവരുടെ സ്വഭാവ രീതികളൊക്കെ നമുക്കൊന്ന് അറിയണ്ടേ, എന്നിട്ടല്ലേ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോഴല്ലേ അതൊന്ന് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ ചേലെന്താ കോലെന്താ സ്വഭാവം നമുക്ക് അറിയില്ലല്ലോ. ഇതാണ് ന്യായം. ഇതാര് പഠിപ്പിച്ച ന്യായമാണ്? പിശാച് പഠിപ്പിച്ച ന്യായമാണ്. അല്ലാഹു പറയുന്നത് എന്താ? ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة ومن آياته അല്ലാഹുവിന്റെ വലിയ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് അൻ ജഅല ലക്കും മിൻ അൻഫുസികും അസ്വാജാ, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ പടച്ചു തന്നത് അല്ലാഹു ചെയ്ത വലിയ ദൃഷ്ടാന്തമാണ്. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, നിങ്ങൾക്കിടയിൽ മനസ്സുകൾക്കിടയിൽ സ്നേഹമുണ്ടാക്കി തരികയും കാരുണ്യമുണ്ടാക്കി തരികയും അല്ലാഹു ചെയ്ത നിങ്ങൾക്ക് ചെയ്ത വലിയ ദൃഷ്ടാന്തമാണ്. എന്ത്? പടച്ച തമ്പുരാൻ എന്ന ഒരുത്തനുണ്ടെന്നും അല്ലാഹുവാണ് കാര്യങ്ങൾ നിർവഹിക്കുന്നതെന്നും അല്ലാഹുവാണ് ജീവിതത്തിൽ ഇടപെടുന്നതെന്നും നിങ്ങളെ പഠിപ്പിക്കാൻ അല്ലാഹു ചെയ്യുന്ന ദൃഷ്ടാന്തമാണ് നിങ്ങളുടെ വിവാഹങ്ങൾ. ഒരിക്കൽ പോലും ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്തവരെ അല്ലാഹു പറഞ്ഞ പോലെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോ, അല്ലാഹു പറഞ്ഞ പോലെ കുടുംബജീവിതം ആരംഭിക്കുമ്പോൾ അല്ലാഹു നിങ്ങളുടെ മനസ്സുകൾക്കിടയിൽ സ്നേഹം തരുന്നത്, നിങ്ങളുടെ മനസ്സുകൾക്കിടയിൽ കാരുണ്യം തരുന്നത് അല്ലാഹു ചെയ്യുന്ന വലിയ ദൃഷ്ടാന്തമാണ്. അത്ഭുതമാണത്. അല്ലാഹു ചെയ്യുന്ന വലിയ ദൃഷ്ടാന്തമാണ്. എങ്ങനെയാണ് നിങ്ങൾക്കിടയിൽ മനസ്സുകൾക്കിടയിൽ സ്നേഹമുണ്ടായത്? ആലോചിച്ചു നോക്കിയ സ്നേഹം ഉണ്ടാകാൻ ഒരു വകുപ്പില്ല, ഒരു കണ്ടു പരിചയമില്ലാത്തവരാ. പക്ഷേ അല്ലാഹുവിന്റെ നാമം ഉച്ചരിച്ച് വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടെ സ്നേഹമായി, അടുപ്പമായി, കുടുംബ ബന്ധമായി, ലിതസ്കുനു ഇലൈഹ, അവരിലേക്ക് കൂടിച്ചേരുമ്പോൾ നിങ്ങളുടെ മനസ്സുകൾക്ക് ആശ്വാസം തരുന്ന അവസ്ഥയായി. വമിൻ ആയാതിഹി, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ് അൻ ജഅല ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹ, നിങ്ങൾ കൂടിച്ചേരുമ്പോൾ, നിങ്ങൾ മനസ്സുമായി കൂടിച്ചേരുന്ന സമയം, അത് ശരീരമായി കൂടിച്ചേരുമ്പോൾ മനസ്സുകളെ അല്ലാഹു യോജിപ്പിച്ചു തരുന്നത് അല്ലാഹു ചെയ്യുന്ന ദൃഷ്ടാന്തമാണ്. നിങ്ങളാരും ആലോചിച്ചാൽ ഇത് നടക്കാൻ പോകുന്നില്ല, നിങ്ങളുടെ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ പോലും നടക്കാൻ ഇത് പോകുന്നില്ല. പക്ഷേ അല്ലാഹുവാണ് ഇവിടെ ഇടപെടുന്നത്. അല്ലാഹുവാണ് നിങ്ങളെ ഭാര്യയും ഭർത്താവുമായി യോജിപ്പിച്ചപ്പോ നിങ്ങളുടെ മനസ്സുകളെ യോജിപ്പിച്ചത് അല്ലാഹു അല്ലയോ? ഇത് ദൃഷ്ടാന്തമല്ലേ? അത്ഭുതം തോന്നുന്നില്ലേ? ഓടിപ്പോയ കല്യാണങ്ങളൊക്കെ പൊളിയാറാ. നീ ഓടിച്ചുകൊണ്ടോൻ അത്ര താല്പര്യം ഉണ്ടാവൂ. അവന്റെ ആവശ്യം കഴിഞ്ഞാൽ നീ ബൈക്ക് കുട്ടി ഞാൻ വേറെ പോവാണ്. ഗർഭിണി ആയിട്ട് വരും, ഗർഭിണി അല്ലാതെ വരും, ഇട്ടേ ചൂടാണ്. എന്തേ? അള്ളാഹു ഇങ്ങനെയൊന്നുമല്ല കല്യാണം കഴിക്കാൻ പറഞ്ഞത്, പ്രേമിക്കാനല്ല പറഞ്ഞത്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ഹവ്വാ റളിയല്ലാഹു അൻഹയെയും ഒരു ഭാര്യയായി ഭർത്താവായി ലോകത്തേക്ക് പറഞ്ഞയച്ച അള്ളാഹു ആദ്യ മനുഷ്യൻ ആദം നബി അലൈഹിസ്സലാം, മനുഷ്യ സമൂഹത്തിന്റെ പിതാവ് സയ്യിദുന ആദം അലൈഹിസ്സലാം. കുരങ്ങല്ലല്ലോ, അല്ല, ആദം നബിയാണ്. യാ ബനി ആദമ, ആദമിന്റെ മക്കളെ അലൈഹിസ്സലാം. മനുഷ്യരെങ്ങനെയാണ്? അല്ലെങ്കിൽ ചിമ്പാൻസിന്റെ മക്കളെ എന്നല്ലേ പറയാ, കുരങ്ങിന്റെ മക്കളെ എന്നല്ലേ പറയാ? അല്ലല്ലോ, ആദം നബിയുടെ മക്കളെ. പരിപൂർണതയുള്ള സംസാരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത അംബിയ എന്നെ ഇൽമ പഠിപ്പിച്ചു കൊടുത്ത ആളാണ് ആദ്യ മനുഷ്യൻ സയ്യിദുന ആദം അലൈഹിസ്സലാം. സംസാര ഭാഷ അറിയില്ലാത്ത ആളായിരുന്നില്ല.
എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നറിയാത്ത പ്രാകൃത മനുഷ്യനായിട്ടല്ല ആദം നബി അലൈഹിസ്സലാമിനെ അള്ളാഹു പടക്കുന്നത്. പെർഫെക്റ്റ് മാൻ, പെർഫെക്റ്റ് ഇൻ ക്രിയേഷൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാമിനെ പരിപൂർണ മനുഷ്യനായി ലോകത്തേക്ക് നിയോഗിക്കുകയാണ്. അങ്ങനെ ഒരു പിതാവിന്റെ മക്കൾ ജനിക്കുന്നത് പിതാവ് അറിയുന്നുണ്ട്. ആ കുഞ്ഞിന്റെ വളർച്ച പിതാവ് കാണുന്നുണ്ട്. വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ തങ്ങളുടെ ജ്യേഷ്ഠാനുജന്മാരെ കാണുന്നുണ്ട്. കുട്ടികൾക്ക് വലിയവരെ കാണാം, മുതിർന്നവരെ കാണാം. ജനിച്ചു വളർന്നു വരുന്ന കുട്ടിയെ മുതിർന്ന ആളുകൾക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ഒരാൾ മറ്റൊരാളെ കാണത്തക്ക രീതിയിൽ മരണവും ജീവിതവും അള്ളാഹു ഇവിടെ തന്നെ കാണിച്ചു തരുന്ന രീതിയിൽ മനുഷ്യരെ ലോകത്ത് സംവിധാനിച്ചത് അള്ളാഹുവിന്റെ അപാരമായൊരു ദൃഷ്ടാന്തമാണ്. ഭയങ്കര അത്ഭുതമാണ്. നമ്മളെല്ലാവരും ഒരു ദിവസം ജനിച്ചു, എല്ലാവരും ഒരു ദിവസം തന്നെ മരിച്ചു. അങ്ങനെയും അള്ളാഹു ചെയ്യാമായിരുന്നു. പക്ഷെ എങ്ങനെ ചെയ്തത്? കുറച്ചാളുകൾ ഇങ്ങനെ ജനിച്ചു, പിന്നെ അവർക്ക് പ്രായമാകുന്നു, പിന്നെ അടുത്ത ജനറേഷന് പ്രായമാകുന്നു, മരണം കാണുന്നുണ്ട്. ഇയാൾക്കറിയാം ഞാനിപ്പോ ചെറുപ്പക്കാരനാ, പക്ഷേ കുറച്ചു കഴിഞ്ഞ് ഞാൻ ഇയാളെപ്പോലെ ആവാൻ പോവാണ്. അയാൾക്കറിയാം ഞാൻ ഒരിക്കൽ ചെറുപ്പക്കാരനായിരുന്നു. കുട്ടിക്കറിയാം ഞാൻ വലുതാവും, വലുതായവനറിയാം ഞാൻ ഇനിയും വലുതാകും. പിന്നെയും വലുതായി എന്റെ കാഴ്ചയും കേൾവിയും ബുദ്ധിയും ഒക്കെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് ഞാൻ വളരാൻ പോവാ. പിന്നെ ഞാൻ മരിക്കാൻ പോവാൻ, മരിക്കുന്നവരെ ഞാൻ കാണുന്നുണ്ട്. ഇത് എനിക്കും സംഭവിക്കാൻ പോവാൻ. ഇത് പഠിക്കാൻ അള്ളാഹു ചെയ്തൊരു വലിയ പാഠശാലയാണ്. അല്ലെങ്കിൽ മരിക്കോ, പ്രായം വരുമെന്ന് ആർക്കെങ്ങനെ അറിയാം? എല്ലാവരും ഒരു ദിവസം ജനിച്ചത്, ഒരുമിച്ചാ വളരുന്നത്, ഒരുമിച്ചാ മരിക്കാൻ പോണത്. എന്താണ് വരുന്നത് വരാത്തതെന്ന് ആർക്കെങ്ങനെ അറിയാൻ പറ്റും? നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അള്ളാഹു ചെയ്ത വലിയ ദൃഷ്ടാന്തമാണിത്. ഈ കുടുംബത്തെ കുറിച്ചാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ജന്നാതു അദ്നി യദ്ഖുലൂനഹാ, ജന്നാതു അദ്നി യദ്ഖുലൂനഹാ വമൻ സ്വലഹ മിൻ ആബാഇഹിം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗ്ഗലോകത്തേക്ക് അവർ പ്രവേശിക്കും സത്യവിശ്വാസികൾ. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. അല്ലാഹു കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. സത്യവിശ്വാസികൾ സ്വർഗത്തിലേക്കാണ് പോകുന്നത്. വമൻ സ്വലഹ മിൻ ആബാഇഹിം. നല്ല നിലക്ക് ജീവിച്ച വാപ്പമാരും സ്വർഗത്തിലേക്കാണ്. നല്ല നിലക്ക് ജീവിച്ച വാപ്പമാർ. മക്കൾ നല്ല അന്തസ് നിസ്കാരത്തിൽ വരുന്ന മക്കളാ. ജനിച്ചിട്ട് നിസ്കരിക്കാത്ത വാപ്പുണ്ടാവും, വേണ്ടായിരിക്കും. അള്ളാഹു പറഞ്ഞ പോലെ മാത്രം ജീവിക്കുന്ന, അള്ളാഹുവിനെ ഭയപ്പെടുന്ന നല്ല മക്കള്. വാപ്പാക്ക് വൈകുന്നേരമായ കുറച്ച് കള്ളം കുപ്പിയൊന്നും ഇല്ലാതെ വാപ്പാക്ക് ഉറക്കം വരില്ല. ഇങ്ങനത്തെ വാപ്പമാര് കാണും. വമൻ സ്വലഹ മിൻ ആബാഇഹിം. നല്ല നിലക്ക് ജീവിച്ച വാപ്പമാരും സ്വർഗത്തിലേക്ക് പോകാനുള്ളവരാണ്. വഅസ്വാജിഹിം. ഭാര്യമാരും ഭർത്താക്കന്മാരും നന്നായി ജീവിച്ചാൽ ഭർത്താവിന്റെ കൂടെ ഭാര്യ സ്വർഗത്തിലേക്കുണ്ട്, ഭാര്യയുടെ കൂടെ ഭർത്താവ് സ്വർഗത്തിലേക്കുണ്ട്. നല്ല നിലക്ക് ജീവിച്ചാൽ. വമൻ സ്വലഹ. സ്വാലിഹായി ജീവിച്ചാൽ. വദുർരിയാതിഹിം. മക്കൾ നന്നായാൽ ആ മക്കൾക്കും സ്വർഗത്തിലേക്ക് പോകാം. വാപ്പയുടെ കൂടെ ഉമ്മയുടെ കൂടെ മക്കൾക്കും സ്വർഗമുണ്ട്. ജന്നാതു അദ്നിൻ. എങ്ങനത്തെ മക്കളാ? നല്ല മക്കളാവണം. വാപ്പ പള്ളിയുടെ കമ്മിറ്റിപ്പെട്ട ആളാ, മകൻ പ്രായപൂർത്തിയായിട്ട് പള്ളിക്ക് കയറി വന്നിട്ടേ ഇല്ല, കാണൂലേ? വാപ്പ അള്ളാഹുവിനെ ഭയപ്പെടുന്ന സ്വാലിഹായ മനുഷ്യനാണ്. ദിക്റും ദുആയുമല്ലാതെ മറ്റൊന്നും ജീവിതത്തിലില്ല. പക്ഷേ മകൻ മഗ്രിബായി കഴിഞ്ഞാൽ 4 കാലിൽ നടക്കുന്ന മകനാണ്. അല്ലെങ്കിൽ നമ്മുടെ മുബാറക്ക് സ്കൂളിന്റെ ചുറ്റും മയക്കുമരുന്ന് വെക്കുന്ന ഏർപ്പാട് ഈ മകനാണ്. വാപ്പ നല്ല ആളാണ്. എനിക്കറിയില്ല ആരവിടെ വെക്കലെന്നൊക്കെ. ഇവിടെ ഈ വക ഏർപ്പാടുകൾ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. വളരെ ഖേദകരമാണ്. ഇങ്ങനെയൊക്കെ നാട്ടിൽ വേള നടക്കുന്ന ഒരു നാട്ടിൽ ഇങ്ങനെ മയക്കുമരുന്ന് നമ്മുടെ മക്കൾക്ക് വിൽക്കപ്പെടുമ്പോൾ നമ്മുടെ സ്കൂളിന് മുമ്പിൽ ഈ വിൽക്കുന്നവരെ പിടിക്കാൻ ആർക്കും ഇവിടെ കഴിയൂലേ? ഈ നാട്ടിലൊന്നും ആണുങ്ങളില്ലേ? ചെറുപ്പക്കാർക്ക് എന്താ അത് ചെയ്തുകൂടെ? പോലീസുകാരെ കാത്തിക്കണോ? ആരെയാണ് നമ്മുടെ മക്കളെ ഈ പഴപ്പിക്കുന്നത്? ആരാണ് നമ്മുടെ മക്കൾക്ക് ഈ മയക്കുമരുന്ന് കൊടുക്കുന്നത് സ്കൂളിന്റെ മുറ്റത്ത് വെച്ചിട്ട്? ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ പിടിക്കാനുള്ള തന്റെ ഇടം നമ്മുടെ നാട്ടുകാർക്കില്ലേ? ആരെയാണ് നമ്മൾ ഈ കാത്തിരിക്കുന്നത്? സെൻട്രൽ ഗവൺമെന്റ് ആളയച്ചിട്ട് പിടിക്കണമെന്നോ? ആരെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്? നമ്മുടെ മൂക്കിന്റെ മുമ്പത്ത് കാഞ്ഞങ്ങാടുന്ന് വരുമ്പോ ആ സ്കൂളിന്റെ മുമ്പിലൂടെയല്ലേ വരുന്നത്? നമ്മുടെ മുമ്പിലല്ലേ ഈ കിടക്കുന്നത്? നമ്മുടെ മക്കളെ വഴിപഴച്ചു പോകാൻ നമ്മുടെ സ്കൂളിൽ പോകുന്ന 5ഉം 6ഉം 8ഉം 10ഉം 15ഉം വയസ്സുള്ള മക്കളുടെ കയ്യിലേക്ക് മയക്കുമരുന്ന് കൊടുക്കുന്ന വാർത്ത നിങ്ങൾക്കറിയില്ലേ? നിങ്ങൾ കേട്ടിട്ടില്ലേ? ഞാൻ ചോദിക്കുകയാണ്. അവരെ പിടിച്ചു വെക്കാനുള്ള തന്റെ ഇടം
കൊളവയലുള്ള ചെറുപ്പക്കാർ മുന്നിട്ടിറങ്ങണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. നിങ്ങളെ കൊണ്ട് ഈ നാട് നന്നാവണം. അള്ളാഹു കരുത്ത് നിങ്ങൾക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്തവരെ പിടിച്ചാൽ കിട്ടൂലേ? ആരാതിന്റെ ആളുകളെന്ന്? അത്ര വലിയ വലയിൽ കുടുങ്ങാത്ത കൊമ്പന്മാരാണോ ഇവർ? നമ്മുടെ മക്കളെ പഴപ്പിക്കുന്നവർ. ഇവർക്ക് ജീവിക്കാൻ പൈസ ആവശ്യമുണ്ടോ? നമ്മൾ വാങ്ങിച്ചു കൊടുക്കാൻ നീ മയക്കുമരുന്ന് വിൽക്കല്ലേ മക്കൾക്ക്. നിനക്ക് ജീവിക്കാൻ ആവശ്യമായ പൈസക്കാണ് നീ ഹറാമായ സംഗതി കൊച്ചു മക്കളെ കൊണ്ടുവന്ന് അവരെ അടിമകളാക്കി വെച്ച് അവരെ നശിപ്പിക്കുന്നതെങ്കിൽ നിനക്ക് പൈസ വേണോ? ഞങ്ങൾ ഹലാല് തരാമടോ. മക്കളെ നശിപ്പിക്കല്ലേ. വമൻ സലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം. മക്കള് നന്നായാൽ അവർക്കും പോകാം വാപ്പയുടെ കൂടെ സ്വർഗത്തിലേക്ക്. തരുന്നത് വാങ്ങി കഴിക്കാനാ മക്കൾ പോകുന്നത്. ആര് തന്നാലും എന്തുന്നു അവര് നോക്കാതെ കഴിക്കും, കുടിക്കും. അങ്ങനത്തെ മക്കൾക്ക് സ്വർഗമുണ്ടാവില്ല. ജന്നാതു അദ്നിൻ, സ്വർഗം പോലും അല്ലാഹു സംവിധാനിച്ചത് കുടുംബ സങ്കല്പത്തിലാണ്. അവിടെ വാപ്പയുണ്ട്, ഉമ്മുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, പെങ്ങന്മാരുണ്ട്, എല്ലാവരുണ്ട്. അവരൊക്കെ സ്വർഗത്തിലേക്ക് വരാൻ ഒരൊറ്റ കാരണം വമൻ സ്വലഹ മിൻ ആബാഇഹിം, സ്വാലിഹീങ്ങളായ ആളുകൾ സ്വർഗത്തിലേക്കാ വരുന്നത്. ജന്നാതു അദ്നി യദ്ഖുലൂനഹാ വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം വൽമലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്. അല്ലാഹുവിന്റെ മാലാഖമാർ സ്വർഗത്തിന്റെ ഓരോ വാതിലൂടെയും വന്നിട്ട് നന്നായി ജീവിച്ച വാപ്പയോട്, ഉമ്മയോട്, ഭാര്യയോട്, ഭർത്താവിനോട്, മക്കളോട് അല്ലാഹുവിന്റെ മാലാഖമാർ വന്നിട്ട് പറയുമത്രേ. എന്താ പറയുന്നത്? സലാമുൻ അലൈക്കും, സലാമു അലൈക്കും, റാഹത്തല്ലേ, സുരക്ഷിതമായിട്ട് നിന്നോളൂ കേട്ടോ, ഇവിടെ ഒന്നും പേടിക്കണ്ട, ഇവിടെ ആരും നിങ്ങൾ ഉപദ്രവിക്കൂല. സലാം, ഇവിടെ ശാന്തിയാണ്, ഇവിടെ സമാധാനമാണ്. ആരുവെന്ന് പറയും മലക്കുകൾ. വൽമലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്, എല്ലാ വാതിലിലൂടെയും മാലാഖമാർ ഇങ്ങനെ കടന്നു വരും. എന്തൊരു രസമായിരിക്കില്ലേ? മലക്കുകൾ വന്നിട്ട് പറയാ സലാമുൻ അലൈക്കും. വാപ്പുണ്ട്, ഭാര്യയുണ്ട്, വാപ്പുണ്ട്, ഉമ്മുണ്ട്, മകനുണ്ട്, മകന്റെ ഭാര്യയുണ്ട്, അവിടെ മക്കളുണ്ട്, കുടുംബം മുഴുവൻ സ്വർഗത്തിൽ. അവരുടെ മുമ്പിൽ വന്ന് മാലാഖമാർ പറയുമത്രേ സലാമുൻ അലൈക്കും, നിങ്ങൾക്കിവിടെ രക്ഷയാണ്, രക്ഷയാണ്. ഇങ്ങനെ വരികയാണ്. മിൻ കുല്ലി ബാബിൻ, സ്വർഗത്തിന് എത്രയായിരക്കണക്കിന് വാതിലുകൾ ഉണ്ടാകാമോ? ഇതിലൊക്കെ കാണുമ്പോ പറയും സലാമുൻ അലൈക്കും, നിങ്ങൾക്കിവിടെ സമാധാനമാണ്. ബിമാ സബർതും, നിങ്ങൾ ഒരുപാട് ക്ഷമിച്ചവരായിരുന്നില്ലേ, ക്ഷമിച്ചവരായിരുന്നില്ലേ, കുറെ ക്ഷമിച്ചില്ലേ, സ്വർഗമുണ്ട്. മക്കളെ വളർത്താൻ വാപ്പമാർ ഒരുപാട് ക്ഷമിച്ചിട്ടുണ്ടല്ലോ, ഒരുപാട് ക്ഷമിച്ചിട്ടില്ലേ? ഭാര്യയുടെ മോശമായ ജീവിതം കണ്ട് ഒരുപാട് അവളൊന്ന് നന്നാകട്ടെ എന്ന് വിചാരിച്ച് കൂടെ കൊണ്ടു നടന്ന എത്ര ഭർത്താക്കന്മാർ. ഭർത്താവിന്റെ മോശപ്പെട്ട ജീവിതമുണ്ടായിട്ടും എന്റെ ഭർത്താവ് നന്നായി വരും, അയാളൊരു നല്ല മനുഷ്യനായി മുഅ്മിനായി തിരിച്ചു വരും, ഞാൻ കൈവിട്ടാൽ ഇയാൾ വഴിതെറ്റു പോകുമല്ലോ എന്ന് ചിന്തിച്ച്, കുടുംബം, മക്കളെന്ന് ചിന്തിച്ച് ഭർത്താവിന്റെ കൂടെ ക്ഷമിച്ചുകൂടിയ എത്രയെത്ര പെണ്ണുങ്ങൾ, എത്ര മക്കളാണ് വാപ്പമാരെ സഹിച്ചത്. മാനക്കേടുണ്ടാക്കിയ വാപ്പയെ, നാട്ടുകാരുടെ മുമ്പിൽ അപമാനപ്പെടുത്തുന്ന പണി ചെയ്ത വാപ്പയെ, തനിക്ക് മാനക്കേടുണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിച്ച ഉമ്മയെ, 3-4 മക്കളുണ്ടായിരിക്കെ കണ്ടവന്റെ കൂടെ ഇറങ്ങിയോടിയ ഉമ്മയാണ് പിന്നെ 70 വയസ്സാകുമ്പോ മുത്തശ്ശിയായത്. പക്ഷേ ചെറുപ്പകാലത്ത് ഉമ്മ മാനക്കേട് വരുത്തിവെച്ചതിന്റെ അപമാനത്തിന്റെ ഭാരം കുടുംബത്തിന്റെ തലയിൽ നിന്ന് പോയിട്ടില്ല. ഇതൊക്കെ സഹിച്ച് ജീവിച്ച മക്കളും സ്വർഗത്തിൽ കാണും. ബിമാ സബർതും, നമ്മളൊക്കെ ക്ഷമിച്ചില്ലായിരുന്നോ? സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് ഇവിടെ സമാധാനമാണ്. എന്തേ കാരണം? ബിമാ സബർതും, നിങ്ങൾ ക്ഷമിച്ചില്ലേ, നന്നായി ക്ഷമിച്ചില്ലേ? അതുകൊണ്ട് ക്ഷമിച്ചവർക്ക് കിട്ടാൻ പോകുന്ന പ്രതിഫലം എത്ര മനോഹരമാണ് എന്ന് അല്ലാഹുവിന്റെ മാലാഖമാർ ഓരോ വാതിലിലൂടെയും ഒന്ന് കുടുംബങ്ങളോട് പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുർ റഅദിലൂടെ പറയുന്നുണ്ട്. അല്ലാഹു കുടുംബങ്ങൾ ഒന്നിച്ച് സ്വർഗത്തിലെത്താനുള്ള ഭാഗ്യം നമ്മുടെ എല്ലാ സത്യവിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ ലക്ഷ്യം അതാണ്.
അങ്ങോട്ട് കുടുംബമായിട്ട് പോകണം, അങ്ങോട്ട് കുടുംബമായിട്ട് പോകണം. ചിലരെങ്കിലും പറയും, പൊന്നാര ഉസ്താദേ അത് വേണോ? ഭാര്യനെ അപ്പോൾ ഉന്തിയും തള്ളിയും പോവുക, ഇനി ഓളെന്നെ അവിടെയാണെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇപ്പം എൻ്റെ ജീവിതം? ഇവിടെ തന്നെ കുടുങ്ങിയിട്ടാണ് പോണത്. തിരിച്ചു ഇങ്ങോട്ടും ഉണ്ടാവും. ചോനെ ഇനി ഈ ഭർത്താവ് തന്നെയാണോ ഇനി അവിടെയും? ഇവിടെയോ അടിയും കുത്തു ബുദ്ധിമുട്ടുമായിട്ട് സഹിച്ചു പോവാണ്, ഇയാളെ തന്നെ അവിടെ കിട്ടുമോ? അതിന് പേടിക്കണ്ട. അതിനെന്താ പറയുന്നത്? അല്ലാഹുമ്മ അബ്ദിൽഹു ദാറൻ ഖൈറൻ മിൻ ദാരിഹി وأهلا خيرا من أهله وزوجا خيرا من زوجه وجيرانا خيرا من جيرانه. ഇതല്ലേ മരിച്ചു കഴിഞ്ഞാൽ ദ്വാരക്ക് അങ്ങനല്ലേ? എന്താ പറഞ്ഞതിന്റെ അർത്ഥം? പടച്ചവനെ ദുനിയാവിലെ വീടിനേക്കാളും ഖൈറായൊരു വീട് നീ ഇയാൾക്ക് കൊടുക്കണേ. വഅഹ്ലൻ ഖൈറൻ മിൻ അഹ്ലിഹി, ഇയാളുടെ കുടുംബത്തെക്കാളും ഖൈറായത് കൊടുക്കണമേ. അതിന്റെ അർത്ഥം ഈ കുടുംബം മാറ്റി വേറെ കുടുംബം കൊടുക്കണമെന്നല്ല, ഈ കുടുംബത്തിന്റെ സ്വഭാവമൊക്കെ നന്നാക്കി നല്ല കുടുംബമാക്കിയിട്ട് നാളെ ഇയാൾക്ക് വരെ കൊടുക്കണം. തന്റെ ഇണയെക്കാളും ഖൈറായ ഇണയെ നീ കൊടുക്കണേ അല്ലാഹ്. ആ പറഞ്ഞതിനർത്ഥം ദുന്യാവിലെ ഭാര്യ, ആ ഭാര്യയ്ക്ക് എന്ത് മോശമുണ്ടെങ്കിലും അവളെ ഒന്ന് നന്നാക്കിയിട്ട് അവളുടെ സ്വഭാവത്തിലും സൗന്ദര്യത്തിലുമെല്ലാം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ട് കൊടുക്കണമേ. ആളെ മാറ്റണേ എന്നല്ല പറഞ്ഞതിനർത്ഥം, ആളെ തന്നെ പഴയ വീടൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്യൂലേ, പഴയ വണ്ടിയൊക്കെ ഒന്ന് ഉഷാറാക്കൂലേ, അതാണ് ആ മാറ്റി കൊടുക്കണേന്ന് പറഞ്ഞതിനർത്ഥം. എന്നല്ലാതെ മരിച്ചാൽ പിന്നെ ഈ കുടുംബം ഒന്നും വേണ്ട, വേറെ കുടുംബം, അതല്ല ആ ദുആന്റെ അർത്ഥം. ഇവരുടെ സ്വഭാവത്തിൽ മാറ്റമുണ്ടാക്കി കൊടുക്കണേ. وَنَزَعْنَا مَا فِي صُدُورِهِمْ مِنْ غِلٍّ. സ്വർഗത്തിലെത്തിയാൽ ആരുടെ ഹൃദയത്തിലും ഒരസൂയയും ഒരു മോശപ്പെട്ട ചിന്തയും ഉണ്ടാവുകയില്ലെന്നാണ്. അതെന്തൊരു മനോഹരാണ്, നല്ല രസമായിരിക്കും. അള്ളാഹു അങ്ങോട്ട് നമ്മെ എത്തിക്കട്ടെ. കണ്ണു ചുമ്മി ആരംഭിക്കുന്ന ലോകത്തെക്കുറിച്ചാണ് നമ്മൾ ഈ പറയുന്നത്. അതുകൊണ്ട് അവിടെ നിങ്ങൾക്ക് സ്വർഗമുണ്ടെന്ന് അല്ലാഹു പറഞ്ഞ സ്വർഗം ഉലമാ പറയാറുണ്ട് വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകനാ, നിങ്ങളുടെ വീടുകളിൽ സ്വർഗം തന്നവനാണ് അല്ലാഹു. വല്ലാഹു ജഅല ലക്കും, അല്ലാഹുവാണ് നിങ്ങൾക്കുണ്ടാക്കി തന്നത്, മിൻ ബുയൂതികും സകന, നിങ്ങളുടെ വീടിന്റെ ഉള്ളിൽ സമാധാനവും ആശ്വാസവും ഉണ്ടാക്കി തന്നത് അല്ലാഹു അല്ലയോ? വീടുകളെ സ്വർഗമാക്കി തന്നത് അല്ലാഹുവാണ്, സ്വർഗമാക്കി തന്നത്. ആ വീട്ടിൽ സ്വർഗമില്ലാതിരിക്കുമ്പോഴാ പിള്ളേർ കറങ്ങിത്തിരിഞ്ഞ് രാത്രി വരിക. ആ വീട്ടിൽ സമാധാനം ഇല്ലായിരിക്കുമ്പോഴാ ഭർത്താവ് എല്ലാവരും കിടന്നുറങ്ങിയിട്ട് വരുന്നത്. ആ വീട്ടിൽ ചെന്നാൽ ഒരു മനസ്സമാധാനം ഉമ്മ തരൂല. അങ്ങനത്തെ വീട്ടിലേക്കാ മക്കൾ നേരം വൈകി കടന്നു വരുന്നത്. ആ വീട്ടിൽ സമാധാനം ഉണ്ടെങ്കിൽ വീട്ടിലേക്ക് എത്താൻ നമ്മൾ കൊതിക്കും. ഈ കുറേ പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് അങ്ങനെ പറയാറുണ്ട്, പുരയിൽ ഒരു സമാധാനമില്ലാത്ത മനുഷ്യന്മാരാണ് പൊതുപ്രവർത്തനത്തിന് വല്ലാതെ ഇറങ്ങുകയാണ്. എല്ലാവരെ പറ്റിയല്ല പറഞ്ഞത്, ചില ആളുകൾ ഒരു എസ്കേപ്പ് ചെയ്യണമെന്നാ. വീട്ടിൽ എന്തായാലും ഒരു സമാധാനമല്ല. കുറേയേറെ ആളുകൾ എസ്കേപ്പ് ചെയ്യുന്നുണ്ട്, പുരയിൽ ഒരു സമാധാനമില്ല, എന്നാ പിന്നെ നാട്ടുകാർ കിടക്കട്ടെ സമയം. വീടിന്റെ ഉള്ളിലൊരു സ്വർഗം ഉണ്ടാക്കാൻ പറ്റും, വീട് സ്വർഗമാക്കാൻ പറ്റും. ومن لم يدخل جنة الدنيا لم يدخل جنة الآخرة എന്ന് ഉലമാഇനെ കൊണ്ട് പറയിപ്പിക്കാൻ കാരണം അതാണ്. ദുനിയാവിലെ സ്വർഗം കിട്ടാത്തവന് പരലോകത്തെ സ്വർഗം കിട്ടുകയില്ല. ഇവിടത്തെ വീട് സ്വർഗമാക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല, പിന്നെ എങ്ങനെയാ അവിടെ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് എത്തുക? അതതിന്റെ സാരം. അള്ളാഹുവാണ് നമുക്ക് സമാധാനം തന്നത്. വഅന്നഹു ഹുവ അദ്ഹക വഅബ്കാ, വഅന്നഹു ഹുവ അദ്ഹക വഅബ്കാ. സൂറത്തുൻ നജ്മിലെ അത്ഭുതമുള്ള ഒരു ആയത്താണിത്. എന്താ അതിന്റെ അർത്ഥം എന്നറിയോ? അള്ളാഹുവാണ് നിങ്ങളെ ചിരിപ്പിക്കുന്നത്, അള്ളാഹുവാണ് നിങ്ങളെ കരയിപ്പിക്കുന്നത്. ചിരിക്കല് അള്ളാഹു ചെയ്യുന്ന വലിയ അത്ഭുതല്ലേ. ചിരി ശരിയായിട്ടില്ലെങ്കിൽ നമ്മൾ വിളിക്കാന്നല്ലേ പറയാം. ചിരി ശരിയായിട്ടില്ലെങ്കിൽ പിന്നെ ചിരിക്കണമെങ്കിൽ നമ്മുടെ മുഖത്ത് എന്തൊക്കെ വരണം? നമ്മുടെ മനസ്സിനുള്ളിലെ സർവ്വ നന്മയും മുഖത്തിങ്ങനെ മിററിൽ ഇങ്ങനെ തിളങ്ങണം. ആ മുഖത്തിന്റെ പേശികളൊന്ന് വലിയുന്നുണ്ട്, ചുണ്ടുകളിൽ പുഞ്ചിരി വിരിയുന്നുണ്ട്. ഈ പുഞ്ചിരി ഉണ്ടാക്കി ചിരിച്ചാൽ മനസ്സിലാവും, ചിരി ഉണ്ടാക്കി ചിരിച്ചാലും മനസ്സിലാവും. ശരിയായ ചിരി, മനസ്സിന് സന്തോഷം തന്ന മുഖത്തത് പ്രകടമാകുന്ന ചിരി ആര് തന്നതാ? ഇത് അള്ളാഹുവിന്റെ വലിയ അത്ഭുതല്ലേ.
വഅന്നഹു ഹുവ അദ്ഹക വഅബ്ക, കരയിപ്പിക്കുന്നതും അല്ലാഹുവാണ്, ചിരിപ്പിക്കുന്നതും അല്ലാഹുവാണ്. ഇങ്ങനെ വീടിന്റെ ഉള്ളിൽ ചിരിക്കണല്ലേ, വീടിന്റെ ഉള്ളിൽ സമാധാനം വേണ്ടേ? ആ ചിരി വിടർത്തുന്നത് ആരാണ്? വഅന്നഹു, അല്ലാഹു ജല്ല ജലാലു ഇടപെടുമ്പോഴാണ് നിങ്ങൾക്ക് വീടിനുള്ളിൽ ചിരിക്കാൻ അല്ലാഹു അവസരം തരുന്നത്, സന്തോഷിക്കാൻ അവസരം തരുന്നത്. വഅബ്ക, കരയിപ്പിക്കുന്നതും അല്ലാഹുവാണ്. കരച്ചിൽ, ഗ്ലിസറിൻ ഇട്ടിട്ടുള്ള കരച്ചിലല്ലേ, സീരിയലുകാരിയുടെ കരച്ചിലല്ലേ ഈ പറയുന്നത്? ശരിയായ കരച്ചിൽ, വീപ്പിംഗ്, തേങ്ങല്, വിങ്ങിപ്പൊട്ടൽ, ശരീരത്തിന്റെ മൊത്തം ഭാവപ്രകടനങ്ങൾ അതുമായി മാറുന്നത്, മനുഷ്യന്റെ ഇമോഷണൽ ചേഞ്ചസ്, ഇതൊക്കെ അല്ലാഹു ചെയ്യുന്ന വലിയ അത്ഭുതങ്ങളാണ്. ചിരിക്കാൻ നമ്മൾ എന്ത് പറയണ്ട, ചിരിക്കാനുള്ള ഗുളികയൊന്നും കഴിക്കണ്ട, ചിരിക്കാനുള്ള തളിക കാണും വേണ്ട. ചിരിക്കണമെങ്കിൽ എന്താ വേണ്ടെന്നറിയോ? അള്ളാഹുവിന്റെ ഇടപെടൽ മദീന. അള്ളാഹുവിന്റെ ഇടപെടലുണ്ടായാൽ നിങ്ങൾക്ക് ചിരിക്കാൻ പറ്റും, അള്ളാഹു അവസരം തരും. ആ വീടിന്റെ ഉള്ളിൽ ചിരി പുലരാനാണ് അള്ളാഹു നിങ്ങൾക്ക് ഇണയെ തന്നത്. എങ്ങനത്തെ ഇണ? നിങ്ങൾക്ക് കണ്ണിന് കുളിർമ നൽകുന്ന ഇണ. والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. والذين يقولون, ഇങ്ങനെ പറയുന്ന ചില ആളുകളുണ്ട് നബിയേ, ഇങ്ങനെ പറയുന്ന ആളുകൾ അവരെനിക്കിഷ്ടപ്പെട്ടവരാണ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ, അല്ലാഹുവേ ഞങ്ങളുടെ ഭാര്യമാരിലും ഞങ്ങളുടെ ഭർത്താക്കന്മാരിൽ, വദുർരിയാതിനാ ഞങ്ങളുടെ മക്കളിലും നീ ഞങ്ങൾക്ക് തരണമേ, ഖുർറത അയ്യുനിൻ കണ്ണിന്റെ കുളിർമ തരണേ പടച്ചവനെ. കണ്ണിന്റെ കുളിർമ തരണം. ഒരു ഭാര്യ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടില്ല, ഇപ്പോഴും കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരനാണെങ്കിൽ ദുആ ചെയ്തോ. നല്ല സന്തോഷമുള്ള ഒരു ഭാര്യയെ കിട്ടണമെങ്കിൽ ദുആ ചെയ്തോ. നീ ഹയർ സെക്കൻഡറി സ്കൂളിന് മുമ്പ് പോയി വായ പൊളിച്ച് നിൽക്കണ്ട, അതുകൊണ്ടൊന്നും സന്തോഷം വരില്ല. അതിന് നീ ദുആ ചെയ്തോ. ഈ ദുആ പഠിച്ചേക്കണം. സൂറത്തുൽ ഫുർഖാനിലെ ആയത്താണത്. റബ്ബന വല്ലദീന യഖൂലൂൻ, ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവർ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടവരാണ്. വല്ലദീന യഖൂലൂന റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ. വല്ലദീന യഖൂലൂൻ, ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവർ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടവരാണ്. അതുകൊണ്ട് ഈ ദുആ പഠിക്കണം. ഈ ദുആ ദ്വാരുന്നാലല്ലേ ആ ഇഷ്ടപ്പെട്ടവരിൽ പെടുള്ളൂ. പഠിച്ചൂടെ? പഠിക്കാം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുൻ വജ്അൽനാ ലിൽമുത്തഖീന ഇമാമാ. ഇങ്ങനെ ദുആ ചെയ്യണം. അല്ലാഹുവേ ഞങ്ങളുടെ ഇണകളിൽ നീ കൺകുളിർമയെ തരണേ, ഇണകളിൽ നിന്ന് കൺകുളിർമയെ തരണേ. സൗജിന്റെ ഏറ്റവും വലിയ അത്ഭുതം അതാ. സൗജ് എന്ന് പറഞ്ഞാൽ ഭർത്താവ് എന്നർത്ഥം വരും, ഭാര്യ എന്നർത്ഥം വരും. അതിന്റെ പ്ലൂരലാണ് അസ്വാജ്. സൂറത്തുൽ ഫുർഖാനിലെ 74-ാമത്തെ ആയത്ത്. അങ്ങനെയൊക്കെ ആ മൊബൈലിന് അള്ളാഹ്ക്ക് ശുക്ർ ചെയ്തു എന്നതിന് അർത്ഥം. ഒരു മൊബൈൽ വാങ്ങി, ആൻഡ്രോയിഡ് പ്രോഗ്രാം ഉണ്ട് അല്ലേ, ഐഫോൺ ഉണ്ട്, നിങ്ങൾ ഖുർആൻ അതിൽ ഡൗൺലോഡ് ചെയ്തു, ഖുർആൻ നോക്കിയാ അല്ലാ, ആ മൊബൈലിന് അള്ളാഹ്ക്ക് ശുക്രായി. അൽഹംദുലില്ലാഹ്. നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കണം. അസ്വാജിന ഞങ്ങളുടെ ഇണകളിൽ കൺകുളിർമയെ തരണേ. വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ, പടച്ചവനെ ഞങ്ങളെ മുത്തഖീങ്ങൾക്ക് ഇമാമായി നിൽക്കാൻ പറ്റിയവരാക്കി തരണേ. മുത്തഖീങ്ങൾക്ക് ഇമാം എന്താ? ഇമാമ് ചെയ്യുക. ഇമാം എന്താണോ ചെയ്യുന്നത് അത് മഅ്മൂം ചെയ്യും. അതല്ലേ ഇമാം മഅ്മൂം എന്ന് പറഞ്ഞാൽ? അതല്ലേ ഇമാം ചെയ്താൽ നമ്മൾ ചെയ്യും. ഇമാം മുമ്പിൽ നിൽക്കുന്ന ആളാ. ഇന്നമാ ജുഇലൽ ഇമാമു ലിയുതമ്മ ബിഹി. അപ്പൊ പടച്ചവനെ ഞാൻ ഇമാമാവണം, ഇവരിന്റെ മഅ്മൂമീൻ, അപ്പൊ എന്നെ കണ്ടു പഠിക്കണം എൻ്റെ മക്കള്. വാപ്പാക്ക് റിസർവ് പോലും കള്ളുകൂടി നിർത്താൻ പറ്റിയിട്ടില്ല, മക്കൾ നിർത്തണമെന്ന് വാപ്പാക്ക് വലിയ ആവശ്യമാണ്, നടക്കാൻ പോണില്ല. എന്നെ കണ്ട് എൻ്റെ മക്കൾ പഠിക്കണം, അതിന് ഞാൻ അവർക്ക് ഇമാമാകണം. ഇതെങ്ങാനും ദ്വാരനാപ്പ് സിസറൊക്കെ നിർത്തേണ്ടി വരുമോന്നപ്പോ മനസ്സിൽ വരുന്ന ബേജാറില്ലേ? ദ്വാരനെങ്ങാനും കുടുങ്ങിപ്പോയാലോ. പൊന്ന് ചങ്ങാതിമാരെ, നീയത്തെങ്കിലും ഉണ്ടായിക്കൂടെ? ഒരു നീയത്ത് ഉണ്ടായിക്കൂടെ? എനിക്കല്ല തൗഫീഖ് ഏതാ ഞാനത് ചെയ്യും. ഒരു നീയത്ത് വേണ്ടേ? നല്ല അല്ലാഹു ആ വഴി എളുപ്പാക്കി തരുള്ളൂ. കൺകുളിർമ കിട്ടണമെങ്കിൽ കുടുംബ ജീവിതത്തിൽ മക്കൾ വേണം.
ഭാര്യയും ഭർത്താവും അള്ളാഹു പറഞ്ഞതുപോലെ ജീവിക്കുന്ന ആളുകളാകണം. ഭാര്യയും ഭർത്താവും മുസ്ലിമാവണം. ഒന്ന്, അതുകൊണ്ടാ ഒരു മുസ്ലിമായ പെൺകുട്ടി ഒരു ഹിന്ദുവിന്റെ കൂടെയോ ക്രിസ്ത്യാനിന്റെ കൂടെയോ മതമില്ലാത്തവന്റെ കൂടെയോ ഓടിപ്പോയാൽ ഓടിപ്പോകുന്നത് തന്നെ ഹറാം. അങ്ങനെ ഓടിപ്പോയത് ഒരു അമുസ്ലിമിന്റെ കൂടെയാണെങ്കിൽ അവരുടെ വിവാഹം ഹലാലല്ല, അവരുടെ കല്യാണം ഹലാലല്ല, അവരുടെ കുടുംബ ജീവിതം അള്ളാഹു പൊരുത്തപ്പെടില്ല. അവർ ചെയ്യുന്നത് മുഴുവനും ഹറാം. അത് മുസ്ലിമിന്റെ കൂടെ പോയാലും ഹറാമാണ്. മുസ്ലിം ഒരു അമുസ്ലിം നമ്മൾ കല്യാണം കഴിച്ചു എന്ന് വിചാരിക്കും, കല്യാണം ശരിയാവോ? രജിസ്റ്റർ മാരേജ് ചെയ്താൽ രജിസ്റ്റർ ഓഫീസ് സ്വീകരിക്കേ അള്ളാഹ് സ്വീകരിക്കൂല എന്നാ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അള്ളാഹ് സ്വീകരിക്കൂല. എന്തേ? രണ്ടുപേര് യോജിക്കണം, അപ്പോഴേ ഇണ അസ്വാജ് എന്ന് പറയുള്ളൂ. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയും ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയും മുസ്ലിമീങ്ങളാകാതെ പോയപ്പോഴാണ് അള്ളാഹു അവരെ കുറിച്ച് സൗജി എന്ന് പറയാൻ മടിച്ചത്. സൗജ ഇണയായിട്ടില്ല, പെണ്ണ്, ഇംറഅ. ضرب الله مثلا للذين كفروا امرأة نوح وامرأة لوط كانتا تحت عبدين من عبادنا صالحين فخانتاهما فلم يغنيا عنهما من الله شيئا وقيل ادخلا النار مع الداخلين. ലോകത്ത് വരാനുള്ള അവിശ്വാസികളെ എങ്ങനെയാണ് അള്ളാഹു കൈകാര്യം ചെയ്യുന്നതെന്ന് പഠിപ്പിക്കുന്ന രണ്ട് ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു തന്നത് രണ്ട് നബിമാരുടെ ഭാര്യമാരെയാണ്. അവരാണ് ലോകത്തുള്ള അവിശ്വാസിക്ക് ഉദാഹരണം. അവരാ. നിങ്ങൾ എന്ത് ചെയ്ത ഇവർക്ക് സംഭവിച്ചതാ നിങ്ങൾക്കും സംഭവിക്കാൻ പോകുന്നത്. ലോകത്തുള്ള അവിശ്വാസികൾ ആണായാലും പെണ്ണായാലും അവർക്ക് ഉദാഹരണം രണ്ട് പ്രവാചകന്മാരുടെ ഭാര്യമാരാണ്. അതുകൊണ്ടാ പറഞ്ഞ ഭർത്താവ് നന്നായി വിചാരിച്ച് ഭാര്യ നന്നായി കൊള്ളണമെന്നില്ല. ഭർത്താവിന് ഭയങ്കര നിർബന്ധ, അവള് ശരീരമൊക്കെ മറച്ച് അച്ചടക്കത്തെ വേഷിട്ട് നടക്കണം. ഇങ്ങളൊന്ന് പോയി, നിങ്ങളെന്നാ പോയി മൂല്യരായത് ഓൾ ഇങ്ങോട്ട് ചോദിക്കുകയാണ്. അങ്ങനെ ഉണ്ടാവും. വാപ്പാക്ക് നല്ല നിർബന്ധമുണ്ട്, മക്കൾ നന്നാവണം. മകൻ നന്നാവാൻ ഒട്ടും ഇഷ്ടപ്പെടാത്ത മക്കളുണ്ടാകാം. നല്ല വാപ്പമാർക്ക് മോശപ്പെട്ട മക്കളുണ്ടാകാം. നല്ല ഭാര്യമാർക്ക് മോശപ്പെട്ട ഭർത്താക്കന്മാരുണ്ടായേക്കും. നല്ല ഭർത്താക്കന്മാർക്ക് മോശപ്പെട്ട ഭാര്യമാരും ഉണ്ടാകും. ഖുർആനല്ലേ പറയുന്നത്, ضرب الله مثلا للذين كفروا امرأة نوح وامرأة لوط. അള്ളാഹു അവിശ്വാസികൾക്ക് ഉദാഹരണം വെച്ചത് നൂഹ് നബി അലൈഹിസ്സലാമിന്റെയും ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെയും ഭാര്യമാരെയാണ്. രണ്ടാളും മുസ്ലിമല്ല. كانتا تحت عبدين من عبادنا صالحين. നമ്മുടെ വളരെ ഇഷ്ടപ്പെട്ട, എന്റെ വളരെ ഇഷ്ടപ്പെട്ട രണ്ട് അടിമകളുടെ കീഴിൽ ജീവിച്ചിരുന്നവരായിരുന്നു രണ്ടുപേരും. അവരുടെ സ്വകാര്യങ്ങൾ അറിഞ്ഞവരാണ്, അവരുടെ ജീവിതം പകുത്തവരാണ്. പക്ഷേ ഫഖാനതാഹുമാ, ഈ രണ്ട് ഭാര്യമാരും തങ്ങളുടെ ഭർത്താക്കന്മാരെ വഞ്ചിച്ചു. ഫലം യുനിയാ അൻഹുമാ മിനല്ലാഹി ശൈആ. എന്നിട്ട് പിന്നെ അള്ളാഹുവിന്റെ ശിക്ഷ വന്നപ്പോൾ യാതൊന്നും അവരെ രക്ഷിക്കാനുണ്ടായില്ല. ഭർത്താക്കന്മാരെ വഞ്ചിച്ചവരും അള്ളാഹുവിനെ വഞ്ചിച്ചവർക്കും നാശമല്ലാതെ മറ്റെന്താണ് സംഭവിക്കുക? വഖീല, ഇവരോട് പറയപ്പെട്ടു കഴിഞ്ഞു, ഉദ്ഖുലന്നാറ, നരകത്തിലേക്ക് കടന്നേക്കൂ, മഅദ്ദാഖിലീൻ, എന്നെന്നും നരകത്തിൽ കിടക്കുന്നവരുടെ കൂടെ കടന്നേക്കു പെണ്ണുങ്ങളെ നിങ്ങളും. അള്ളാഹു പറഞ്ഞു കഴിഞ്ഞു, ഇനി ഖിയാമത്ത് നാൾ ആവുകയേ വേണ്ടൂ, അവർ നരകത്തിലേക്കാണ്. അള്ളാഹു പ്രയോഗിച്ചത് സൗജി എന്നാണോ? ഇംറഅത നൂഹിൻ വംറഅത ലൂത്ത്. ലൂത്ത് നബിയുടെ ഇംറഅ, പെണ്ണ്. ഇണ എന്ന് പറഞ്ഞോ? ഇല്ല. സൗജി എന്ന് പറഞ്ഞില്ല, സൗജ് നൂഹ് എന്നല്ല പറഞ്ഞത്. ഇംറഅത്ത്, പെണ്ണ്. രണ്ടാളും ഒരാളല്ലേ മുസ്ലിം ആയിട്ടുള്ളൂ, രണ്ടാളും ആയില്ലല്ലോ. പിന്നെ എങ്ങനെ അവർ ഇണയാകുന്നത്? ഒരാളല്ലേ ശരിയായിട്ടുള്ളൂ, മറ്റേ പകുതി ശരിയായില്ലല്ലോ. അള്ളാഹു സൗജത്ത് എന്ന് വിളിച്ചില്ല, സൗജ് എന്ന് വിളിച്ചില്ല. ഭാര്യയെ കുറിച്ച് എന്ത് പറഞ്ഞു? ഇംറഅ, പെണ്ണ് എന്ന് പറഞ്ഞു. മറിച്ചും വരും. നല്ല ഭാര്യ, ഭർത്താവ് മോശാണ്, അപ്പോഴും അള്ളാഹു ഇംറഅത്ത് എന്നാ വിളിക്കുക, പെണ്ണ്. അതേ സൂറത്തിന്റെ തൊട്ടടുത്തുള്ള ആയത്ത്, ഇതേ ആയത്തിന്റെ ബാക്കി. അള്ളാഹുവിനെ അനുസരിക്കുന്ന മുസ്ലിമീങ്ങളായ സത്യവിശ്വാസികളായ ആളുകൾക്കുള്ള ഉദാഹരണം ഫറോവയുടെ ഭാര്യയാണ് ആസിയ റളിയല്ലാഹു അൻഹയാണ്. ആസിയ ബീവിയെ കുറിച്ച് അള്ളാഹ് പറഞ്ഞത് ഇംറഅത ഫിർഔൻ, ഫിർഔനിന്റെ പെണ്ണ്. ഫിർഔൻ മുസ്ലിം ആയിരുന്നോ? അല്ല. അതുകൊണ്ട് സൗജി എന്നുള്ള പറഞ്ഞില്ല.
കുടുംബ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിഷയം അള്ളാഹുവിന്റെ വിഷയത്തിൽ അവർ ഒന്നിക്കണം. അവർ കുടുംബ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങൾ രണ്ടെന്നാണ് ശർഅ പറയുക. 2 ലക്ഷ്യങ്ങളാണ്. ഒന്ന്, രണ്ടുപേരും ഒരുമിച്ച് ജീവിച്ച് അള്ളാഹു പറഞ്ഞതുപോലെ ജീവിക്കാൻ സൗകര്യപ്പെടുത്തുക. കാരണം ഭാര്യ ഉണ്ടായാൽ ഞാൻ വ്യഭിചാരത്തിലേക്ക് പോകില്ല, അവളുണ്ടായാൽ അവൾ എന്നെ സഹായിക്കും, അവൾ എനിക്ക് എൻ്റെ ഇബാദത്തിന് സഹായകമായി തീരും. അള്ളാഹുവിന് വേണ്ടി ഒരുമിക്കാൻ. പിന്നെ വിവാഹത്തിന്റെ മറ്റു ലക്ഷ്യം എന്താണ്? മക്കളുണ്ടാവണം, തലമുറ നിലനിന്നു പോകണം, മനുഷ്യവംശം ഇവിടെ നിലനിൽക്കണം, സന്താന സൗഭാഗ്യം ഉണ്ടാകുന്നത്. ഈ 2 സന്തോഷങ്ങളാണ് കുടുംബജീവിതത്തിന്റെ ആദ്യത്തേതും അവസാനത്തേതും. മക്കളുണ്ടാകാതെ കാത്തിരുന്ന നബിയാണ് സക്കരിയ നബി അലൈഹിസ്സലാം. കുല്ലമാ ദഖല അലൈഹാ സക്കരിയൽ മിഹ്റാബ വജദ ഇൻദഹാ റിസ്ഖാ قال يا مريم أنى لك هذا قالت هو من عند الله إن الله يرزق من يشاء بغير حساب إن الله يرزق من يشاء بغير حساب. മറിയം എന്ന് പറഞ്ഞ കൊച്ചുകുട്ടി മസ്ജിദുൽ അഖ്സായുടെ ഇന്നത്തെ ഫലസ്തീനിലെ ജെറൂസലേമിലെ ഖുബ്ബത്തു സുഹറക്കടുത്തുള്ള ബൈത്തുൽ മുഖദ്ദസിന്റെ മെഹ്റാബിന്റെ ചെരുവിൽ അള്ളാഹുവിന്റെ പള്ളിക്ക് നേർച്ചയാക്കപ്പെട്ടിരുന്ന പെൺകുട്ടിയാണ് മറിയം അലൈഹിസ്സലാം. ഈസ നബിയുടെ ഉമ്മയായ മറിയം അലൈഹിസ്സലാം. ഹന്നത്ത് ബീവി അങ്ങനെയാ നിയത്ത് ചെയ്തത്. മറിയം ബീവി മസ്ജിദുൽ അഖ്സായുടെ അവരുടെ ചേംബറിൽ ഇരിക്കുന്ന സമയത്ത് അവരെ പരിപാലിക്കാൻ അള്ളാഹു ഏൽപ്പിക്കുകയും നറുക്ക് വീഴുകയും ചെയ്ത കുടുംബക്കാരനാണ് മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം. സക്കരിയ നബി മറിയം ബീവിയുടെ റൂമിലേക്കൊക്കെ വരുമ്പോഴൊക്കെയും കുല്ലമാ ദഖല അലൈഹാ സക്കരിയൽ മിഹ്റാബ വജദ ഇൻദഹാ റിസ്ഖാ. നല്ല ഭക്ഷണം കാണും മറിയം ബീവിയുടെ മുമ്പിൽ. ഫലസ്തീനിൽ ആ ഭക്ഷണം കാണാറില്ല. നല്ല പഴവർഗ്ഗങ്ങൾ ഫലസ്തീനിലെ ഒരു തോട്ടത്തിലും ഈ പഴവർഗ്ഗം കായ്ക്കാറില്ല. അങ്ങനത്തെ പഴവർഗ്ഗങ്ങൾ മറിയം ബീവിയുടെ മുമ്പിൽ കണ്ടപ്പോഴാണ് ഹുനാലിക ദഅ സക്കരിയ. മറിയം ബീവിയോട് ചോദിച്ചു, മറിയമേ എവിടുന്നാ നിങ്ങൾക്ക് ഈ പഴങ്ങളൊക്കെ? എന്താ മറുപടി പറഞ്ഞത്? ഹുവ മിൻ ഇൻദില്ലാ, ഇതെനിക്ക് അല്ലാഹു തരുന്നതാണ്. അല്ലാഹ് ഒരാളും കൊണ്ടുതരാതെ അള്ളാഹു നിങ്ങൾക്കിത് തന്നല്ലേ. നമ്മുടെ നാട്ടിലൊന്നും കിട്ടാത്ത പഴം ഏത് ട്രക്കുകാരനാ ഏത് രാജ്യത്ത് നിന്ന് നിങ്ങൾക്ക് എത്തിച്ചെന്നത്? അള്ളാഹു തന്നല്ലേ. അപ്പൊ അങ്ങനെയൊന്നും ഇല്ലാതെ അള്ളാഹു നിങ്ങൾക്ക് ഭക്ഷണം തരാൻ പറ്റും. അങ്ങനെയെങ്കിൽ എനിക്ക് കുട്ടിയായിട്ടില്ലല്ലോ, എനിക്ക് പ്രായം 90 ഒരാൾക്ക് കുട്ടി ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ അവിടെ എക്സെപ്ഷണൽ കേസുകളാണ്. എന്റെ ശരീരം ദുർബലമാണ്, എന്റെ പെണ്ണാണെങ്കിൽ ജീവിതത്തിൽ പ്രസവിച്ചിട്ട് പോലുമില്ല. പടച്ചവനെ കുഞ്ഞിനെ തരണേ റബ്ബേ, അല്ലാഹുവേ കുഞ്ഞ് വേണം തമ്പുരാനെ. എന്റെ തലയാണെങ്കിലോ നരച്ച് പ്രകാശിക്കുന്ന നരയായിട്ടുണ്ട്, വെളുത്ത് തിളങ്ങുന്ന നരയായിട്ടുണ്ട്. എന്റെ പെണ്ണാണെങ്കിലോ പ്രസവിക്കാത്തവളാണ്. എന്താ പറഞ്ഞ സൗജ് എന്നാണോ? ഇംറഅതി, എന്റെ പെണ്ണ്. എന്റെ പെണ്ണ്, ഭാര്യയെ പറ്റി അല്ലാഹു പറയണത് സൗജ് എന്നല്ല ഇവിടെ. കാരണം എന്തേ? കുട്ടി ഉണ്ടായിട്ടില്ല.